ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നൊരു റിംഗ് ലൈറ്റ് വിത്ത് സ്റ്റാൻഡിൻ്റെ അൺബോക്സിങ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ബിഗിനേഴ്സിനൊക്കെ നന്നായിട്ട് പറ്റുന്ന ഒരു സ്റ്റാൻഡാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാട്ടോ ഇത് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഒരു കാർഡ്ബോർഡ് ബോക്സിലത് വരുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ സ്റ്റാൻഡ്. ഒരു പ്ലാസ്റ്റിക് കവറിൽ, കാർഡ്ബോർഡ് ബോക്സിൻ്റെ ഉള്ളിൽ ഒരു പ്ലാസ്റ്റിക് കവറിലാട്ടോ നമ്മുടെ സ്റ്റാൻഡ് വരുന്നത്. ഈ സ്റ്റാൻഡ് അഡ്ജസ്റ്റബിൾ ആയതുകൊണ്ടാട്ടോ ഞാൻ വാങ്ങി. അപ്പോൾ എത്ര ഹൈറ്റിൽ വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. നമ്മുടെ ഹൈറ്റ് അനുസരിച്ച്, നമ്മൾ എങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് ഹൈറ്റ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നമ്മളൊക്കെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ് വീഡിയോസൊക്കെ കണ്ടാലറിയാം നമ്മൾ എവിടെയെങ്കിലും ഫോൺ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ട്രൈപോഡ് ഉണ്ടാക്കിയൊക്കെ ആയിരിക്കും നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റിൽ തന്നെ നമുക്ക് വാങ്ങാൻ പറ്റിയ നല്ലൊരു സ്റ്റാൻഡും റിംഗ് ലൈറ്റും ആട്ടോ. നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ നോക്കുന്നത് നമ്മുടെ റിംഗ് ലൈറ്റാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സിലാട്ടോ റിംഗ് ലൈറ്റ് വരുന്നത്. നമ്മുടെ കാർഡ്ബോർഡ് ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു ബോക്സിലാക്കിയിട്ടാണ് റിംഗ് ലൈറ്റ് വരുന്നത്. അപ്പോൾ അതായത് ഒരു വൈറ്റ് റൗണ്ട് കളറിലാണ് നമ്മുടെ റിംഗ് ലൈറ്റ് വരുന്നത്. അതിന് കുറേ വയേഴ്സും അതിൻ്റെ ഉള്ളിൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കുറേ സാധനങ്ങളൊക്കെ, അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആ ഫോൺ ഫിക്സ് ചെയ്ത് വെക്കേണ്ട സാധനങ്ങളൊക്കെ ആട്ടോ. അപ്പോൾ നമ്മളുടെ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റാൻഡിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു പാർട്ടിൽ നമുക്ക് കൂടെ തന്നേക്കുന്നത് ഒരു റിങ് പോലത്തെ ഒരു സാധനം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും തിരിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അത് നമുക്ക് ഇതിൽ ഫിക്സ് ചെയ്ത് വെക്കണം. എൻ്റെ പക്ഷേ ഇത് ഫിക്സ് ആവുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ വേറൊരു രീതിയിലാണ് ചെയ്തത്. അത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇത് നമ്മൾ നെക്സ്റ്റായിട്ട് നമ്മളുടെ ഈ റിംഗ് ലൈറ്റിൻ്റെ അറ്റത്ത് നമ്മളിത് ഘടിപ്പിക്കുകയാണ്, ഫിക്സ് ചെയ്ത് വെക്കുകയാണ്. ചുമ്മാ തിരിച്ചു കൊടുത്താൽ മതി, ഫിക്സ് ആയിക്കോളും. എൻ്റേത് ഇങ്ങനെ ചെയ്തിട്ട് ശരിയായിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് എങ്ങനെയാണെന്ന്. എനിക്ക് റിംഗ് ലൈറ്റ് തിരിച്ചു വെക്കാൻ പറ്റും, പക്ഷേ അടിയിൽ നമ്മളുടെ സ്റ്റാൻഡ് ഫിക്സ് ആവുന്നില്ലായിരുന്നു. അത് നമ്മുടെ റിംഗ് ലൈറ്റ് ഫിക്സ് ആയിട്ടുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു സ്റ്റിക്ക് കിട്ടുന്നതായിരിക്കും. നമ്മുടെ ഫോൺ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ റിംഗ് ലൈറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഭാഗത്ത് നമ്മളൊന്ന് അമർത്തി കൊടുത്താൽ മതി. ഒന്ന് ജസ്റ്റ് ഫിക്സ് ചെയ്ത് വെക്കുക. നെക്സ്റ്റായിട്ട് നമുക്ക് ഫോൺ ഫിക്സ് ചെയ്ത് വെക്കാനുള്ള ഒരു സംഭവം കിട്ടുന്നത്. അപ്പോൾ ഒരു അടപ്പ് പോലെ ഒരു സംഭവം ഉണ്ടായില്ല, അത് നമ്മൾ ആദ്യം ഊരി എടുക്കണം. എന്നിട്ട് നമ്മൾ ഈ സ്റ്റിക്കിൻ്റെ ഉള്ളിലോട്ട് ജസ്റ്റ് ആദ്യം ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ആ ബോർഡ് പോലെയുള്ള സ്ഥലത്ത് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് വെക്കുക. ഇത് ഫ്ലെക്സിബിളാണ്, നമുക്ക് ഏത് വശത്തോട്ടും തിരിക്കാം. മൊബൈലിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. അതിനുശേഷം നമുക്ക് അടപ്പ് നന്നായിട്ട് തിരിച്ച് ഫിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ഈ റിംഗ് ലൈറ്റ് ശരിയായിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്റ്റാൻഡ് ഫിക്സ് ആവുന്നില്ലായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ നമുക്ക് എക്സ്ട്രാ തന്ന ഈ സാധനം ഉണ്ടല്ലോ, അത് ഞാനങ്ങ് ഊരിയെടുത്തു. അത് ആവശ്യമില്ല, ഞാനങ്ങ് ഊരിയെടുത്തു. അത് വെച്ചും നമുക്ക് ചെയ്യാം, പക്ഷേ എൻ്റെ ഫിക്സ് ആയില്ല. ഇനി പ്രോഡക്റ്റിൻ്റെ കുഴപ്പമാണോന്ന് അറിയില്ല, എൻ്റെ ഫിക്സ് ആയില്ല. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ലയെന്ന് എനിക്ക് തോന്നുന്നു. ഡയറക്റ്റ് രണ്ടും തമ്മിൽ അങ്ങ് ഫിക്സ് ചെയ്ത് തിരിച്ച് വെച്ചാൽ മതി. അപ്പോൾ എൻ്റെ ഓക്കെ ആയി. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വല്ല പ്രശ്നം വരികയാണെങ്കിൽ നിങ്ങൾക്കും ഇങ്ങനെ ചെയ്താൽ മതി. ആ സാധനം അവിടെ മാറ്റി വെച്ചേക്കും. നമുക്ക് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പായിരിക്കും. അപ്പോൾ അത് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് നമ്മുടെ സ്റ്റാൻഡ് ഒന്ന് എത്ര നീളത്തിൽ വരെ പോകുന്നു നോക്കാം. കണ്ടോ, നമുക്ക് ഇങ്ങനെ വിടർത്തിയാണ് സ്റ്റാൻഡ് വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് എത്ര ഹൈറ്റിൽ വേണമെങ്കിലും നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. താഴോട്ട് ആ സ്റ്റാൻഡിൻ്റെ നടുക്ക് പിടിച്ചിട്ട് താഴോട്ടൊന്ന് വലിച്ചാൽ മതി. താഴോട്ടൊന്ന് അമർത്തി വലിച്ചാൽ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും, പിന്നെ 3 കാല് പോലെയാണ് കൊടുത്തേക്കുന്നത്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനും എല്ലാം പറ്റും. അതേപോലെ അപ്പോൾ ഇതാ നമ്മളുടെ റിംഗ് ലൈറ്റും സ്റ്റാൻഡെല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കേട്ടോ ഫോം വെക്കണ്ട, ഞാൻ ഫോം വെച്ച് കാണിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫോണിലാണ്, എൻ്റെ അടുത്ത് ആകെയുള്ളൊരു ഫോണിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത്. അപ്പോൾ ഇത് നമ്മൾ റിംഗ് ലൈറ്റിൻ്റെ കൂടെ വരുന്ന കുറച്ച് സ്വിച്ചുകളാണ്. നമുക്ക് ലൈറ്റ് വേണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കാം, അതിനൊക്കെ ഉള്ളതാണ് കേട്ടോ. പിന്നെ കളേഴ്സ് ചേഞ്ച് ചെയ്യാം. ഇത് അതിൻ്റെ കൂടെ വരുന്നൊരു പിന്നാണ്. നമുക്കിത് സാധാ നമ്മളുടെ പ്ലഗിൽ കുത്താൻ പറ്റില്ല. അതിന് പകരം നമ്മൾ മൊബൈലിൻ്റെ പ്ലഗ് എടുക്കുക. എന്നിട്ട് ഞാൻ അതിൽ കുത്തിയിട്ടാണ് ഞാൻ സ്വിച്ച് ബോർഡിൽ കുത്തുന്നത് കേട്ടോ. നിങ്ങൾക്കും അങ്ങനെ തന്നെ ചെയ്യാം. അതപ്പോൾ നമ്മൾ എല്ലാം കുത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ അതാ ഇവിടെ ഒരു ലൈറ്റ് കത്തും, ഓൺ ഓഫ് എന്നുള്ള ആ ബട്ടൺ. നമുക്കിത് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. ലൈറ്റൊക്കെ ഒന്ന് ഓഫാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എങ്ങനെ ഈ ലൈറ്റ് മാത്രം വർക്ക് ചെയ്യാൻ നോക്കാം. അത് ഇത്രയും മാക്സിമം ലൈറ്റ് ഇതിന് കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മളൊരു റൂമിലാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ആ റൂം മൊത്തം നല്ല ലൈറ്റായിരിക്കും. എനിക്കിത് നല്ലൊരു പ്രൊഡക്റ്റായിട്ടാണ് തോന്നിയത്. നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മസ്റ്റായിട്ട് ബൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.